ഹായ് ഹലോ എല്ലാവർക്കും ഗീതാസ് വേളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറി കുമ്പളങ്ങിയാണ് കേട്ടോ. കുമ്പളങ്ങയും തക്കാളി പിന്നെ മുളക് നല്ല എരിവുണ്ട്, അപ്പോൾ അതുകൊണ്ട് പൊടി ഇടുന്നില്ല. പിന്നെ തേങ്ങാപ്പാലാണ് ഞാനിത് വെക്കുന്നത്. 1-2 പാലിൽ ഇത് വേവിച്ചിട്ട് 1-ാം പാല് ലാസ്റ്റ് ഒഴിക്കും, എന്നിട്ട് കടുക് വറക്കും. അത്രേ ചെയ്യുന്നുള്ളൂ. 1-ാം പാലിലാണ് ഇത് വേവിക്കുന്നത്. വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് 2-ാം പാല് ഒഴിക്കുകയാണ്. ഇനി അതിൽ ഇടുന്നൊന്ന് കുറുകി വരട്ടെ. ഇനി അങ്ങ് തിളയ്ക്കൊന്നും വേണ്ട. ഒരു തിളപ്പങ്ങ് വരുന്ന മറക്കി, ഒരു പത വരുന്ന മറക്കി ഞാൻ ഓഫ് ചെയ്യും. കടുവർക്കാണ് കുമ്പളങ്ങയ്ക്ക്. തവി ചോറിടുന്നുണ്ട്. ഇത് റേഷൻ്റെ വെള്ളരിയാണ്. അധികം വേവില്ലാതെ ഞാൻ എടുക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. വെണ്ടയ്ക്ക വാട്ടിയതാണ് കേട്ടോ. വെണ്ടയ്ക്ക ഉപ്പേരി. ഇനി മെഴുക്ക് പുരട്ടി തന്നെയാണ് കേട്ടോ ഈ ഉപ്പേരി എന്ന് ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയുന്നത്. ചത്തമുളക് ഇട്ടുമെന്ന് മാത്രം ഇതിൽ. ഉണക്കമീൻ വറുത്തത് കേട്ടോ. ഞങ്ങൾ മാന്തളെന്ന് പറയുക. മുളക് വറുത്തതുണ്ട്. കുമ്പളങ്ങ കറി കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇപ്പോഴേ ഇതിൽ പ്രത്യേകിച്ച് പുളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒരു തക്കാളിയാണ് ചേർത്തിരുന്നത്, കുമ്പളങ്ങയും തക്കാളി. പിന്നെ തേങ്ങ അരച്ച് ചേർത്തു. തേങ്ങ പാലാണ് കേട്ടോ ചേർത്തിരുന്നത്. കടുക് വറുത്തു. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാത്തവർ ഓടിപ്പോരെ ഇങ്ങോട്ട്, ഒരുമിച്ച് കഴിക്കാം കേട്ടോ. പറയാനില്ല, നമുക്ക് കഴിക്കുകയാണല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. പറയാതെ ടാറ്റൊക്കെ തരണ്ടല്ലോ.